റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധേയനായ ജിൻഡോയും നിർമ്മാതാവിന്റെ സഹായി ജോഷിയുമാണ് ഇന്ന് ഹാജരായത്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഒന്നാം പ്രതി തസ്ലീമയുമായി എന്തിനാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതെന്നറിയാനാണ് ഇരുവരെയും വിളിച്ചു വരുത്തിയത്. ആളുടെ അച്ഛന് സുഖമില്ലാന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞ് കൈയും കാലും പിടിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പൈസ ഇട്ട് കൊടുത്തു, ഒരു 8,000 രൂപ. ഇന്നലെ തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച ഷൈൻ ടോം ചാക്കോ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ചികിത്സ പൂർത്തിയാക്കാതിരിക്കുകയോ വീണ്ടും ലഹരി കേസിൽ പെടുകയോ ചെയ്താൽ ഷൈനിന് നിയമ നടപടികൾ നേരിടേണ്ടി വരും. നിരോധിത ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ടെന്ന് ശ്രീനാഥ് ഭാസിയും എക്സൈസിനോട് വെളിപ്പെടുത്തി. ഇതിൽ നിന്ന് മുക്തനാകാനുള്ള ആഗ്രഹവും ശ്രീനാഥ് പ്രകടിപ്പിച്ചു. സിനിമാ മേഖലയിലുള്ള 5 പേരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുള്ളതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ മാസം 1-ാം തീയതി രാത്രിയാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്ന് 2 കിലോയിലധികം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസ് പിടികൂടിയത്. തസ്ലിമ സുൽത്താൻ, ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരാണ് കേസിലെ പ്രതികൾ. 3 പേരും റിമാൻഡിലാണ്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.